എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2026 മെയ് മാസം 21 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായി ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക. എല്ലാ പരീക്ഷയ്ക്കും കൃത്യമായി കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാനായി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം തന്നെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് നിയമനങ്ങൾ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കേരളത്തിൻ്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ. ഉത്തരം അഡ്വക്കേറ്റ് ജാജു ബാബു. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചില പോസ്റ്റുകളിലെ നിയമനങ്ങൾ പുതുതായി നടത്തപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് കേരളത്തിൻ്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആയി നിയമിതനായിരിക്കുന്നത് അഡ്വക്കേറ്റ് ജാജു ബാബു ആണ്. നമുക്കറിയാം, ഇതിന് മുമ്പത്തെ നമ്മുടെ അഡ്വക്കേറ്റ് ജനറലായിരുന്നത് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പായിരുന്നു. അദ്ദേഹത്തിന് പകരമായി കേരളത്തിൻ്റെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് ജാജു ബാബു നിയമിതനായിരിക്കുകയാണ്. ഇനിയും പുതിയ നിയമനങ്ങൾ വരാൻ ഇരിക്കുന്നതുണ്ട്. നമുക്കറിയാം, മന്ത്രിസഭ മാറുമ്പോൾ ചില പോസ്റ്റുകളിലെ ആളുകൾ മാറുന്നതായിരിക്കും, അല്ലെങ്കിൽ മാറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നിയമനങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. അപ്പോൾ കേരളത്തിൻ്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജാജു ബാബു. അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വനിതാ കാറ്റ് എ ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായി അടുത്തിടെ ചരിത്രം കുറിച്ചത്. ഉത്തരം സ്ക്വാഡ്രൺ ലീഡർ സാനിയ. അതായത് ആദ്യമായി ഒരു വനിതാ കാറ്റ് ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായി ചുമതലയേറ്റ വനിതയാണ് സ്ക്വാഡ്രൺ ലീഡർ സാനിയ. അതായത് സാനിയയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വനിതാ കാറ്റ് എ ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായി ചുമതലയേറ്റു. അടുത്ത ചോദ്യം, പശ്ചിമ ബംഗാൾ ഗവൺമെന്റ് ആരംഭിച്ച 25 വയസ്സിനും 60 വയസ്സിനുമിടയിലുള്ള സ്ത്രീകൾക്ക് ജൂൺ 1 മുതൽ പ്രതിമാസം 3000 രൂപ നൽകുന്ന പദ്ധതി. നമുക്കറിയാം, കേരളത്തിനോടൊപ്പം നിയമസഭാ ഇലക്ഷൻ നടക്കുകയും പശ്ചിമ ബംഗാളിൽ പുതിയ ഒരു NDA ഗവൺമെൻറ്, BJP നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരമേൽക്കുകയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് സുവേന്ദു അധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗവൺമെൻറ് പ്രഖ്യാപിച്ച പുതിയ ഒരു പദ്ധതിയാണ് 25 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ജൂൺ 1 മുതൽ പ്രതിമാസം 3000 രൂപ നൽകുന്ന പദ്ധതി. ആ പദ്ധതിയുടെ പേരാണ് അന്നപൂർണ ഭണ്ഡാർ. അപ്പോൾ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായിട്ടുള്ള പശ്ചിമ ബംഗാളിൽ ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് അന്നപൂർണ ഭണ്ഡാർ. പുതിയ മുഖ്യമന്ത്രിമാരുടെ പേരുകളെല്ലാം കൃത്യമായി പഠിക്കണം. ഇനിയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ നിന്ന് ഈ നിയമസഭ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വർഷത്തിന് നമ്മൾ LDCക്കും മറ്റുള്ള പരീക്ഷകൾക്കുമായി പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റായി നോക്കിപ്പോകേണ്ടതാണ്. അടുത്ത ചോദ്യം, ഗുജറാത്തിലെ വമ്പൻ ജലസേചന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ കൽപസാർ പ്രൊജക്ടിന് സാങ്കേതിക സഹായം നൽകുന്നതിനായി ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യവുമായാണ് സഹകരണ കരാറിൽ ഒപ്പുവെച്ചത്? ഉത്തരം നെതർലാൻഡ്. നമുക്കറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി അടുത്തിടെ നെതർലാൻഡ് സന്ദർശനമെല്ലാം നടത്തിയിരുന്നു. അപ്പോൾ ഇന്ത്യ നെതർലാൻഡുമായി ഒപ്പുവെച്ച കരാറാണ് ഗുജറാത്തിലെ ജലസേചന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ കൽപസാർ പ്രൊജക്ടിന് സാങ്കേതിക സഹായം നൽകുന്നതിനായി ഇന്ത്യ നെതർലാൻഡുമായി സഹകരണ കരാറിൽ അടുത്തിടെ ഒപ്പുവെച്ചു. അടുത്ത ചോദ്യം, അടുത്തിടെ ഏതു സ്ഥാപനത്തെയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കിയത്? ഉത്തരം ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അഥവാ BCCI. നമുക്കറിയാം, BCCI ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡാണ്. അത് ഒരു ഭരണഘടനാ സ്ഥാപനമോ അല്ല. അതുകൊണ്ട് തന്നെ അവർ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതുമല്ല. അതൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽപ്പെട്ടതാണ്.
അപ്പോൾ 2018 BCCIയെ നമ്മുടെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് അവർ കേസിന് പോകുകയും ഇപ്പോൾ ആ പരിധിയിൽ നിന്നും ഒഴിവാക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇനി വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് BCCI ഉണ്ടാകില്ല. അതുകൊണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് ഡിജിറ്റൽ ബാങ്കിംഗ് ശാഖ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഉത്തരം ഗുവാഹത്തി. നമുക്കറിയാം, ഇപ്പോൾ കുറേ കാര്യങ്ങൾ AI ആയി ബന്ധപ്പെട്ട് ആദ്യമായി നടക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, AI പവേർഡ് ഡിജിറ്റൽ ബാങ്കിംഗ് ശാഖ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ? ഉത്തരം ഗുവാഹത്തി. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും കേരളത്തിലെയും പോലെ തന്നെ പുതിയതായി അസമിലും ഹേമന്ത് ബിശ്വ അധികാരമേറ്റിരിക്കുകയാണ്. അദ്ദേഹമാണ് ഗുവാഹത്തിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് ഡിജിറ്റൽ ബാങ്കിംഗ് ശാഖ ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേയുടെ പരിഷ്കരിച്ച ലോഗോയിൽ എത്ര നക്ഷത്രങ്ങളാണ് ഉള്ളത്? ഉത്തരം 18. ഇതുവരെ 17 നക്ഷത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 18 നക്ഷത്രങ്ങളാണ് പുതിയ ലോഗോയിൽ അഥവാ പരിഷ്കരിച്ച ലോഗോയിൽ ഉള്ളത്. ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ സോണുകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, 17 റെയിൽവേ സോണുകളാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ പുതുതായി വന്ന സൗത്ത് കോസ്റ്റൽ റെയിൽവേ സോൺ 18ാമതായി വന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേയുടെ പരിഷ്കരിച്ച ലോഗോയിൽ 18 നക്ഷത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 18ാമതായി വന്നത് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ, അതിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സാറ്റലൈറ്റ് ടാഗ് ചെയ്ത ഗംഗ സോഫ്റ്റ് ഷെൽ ആമയെ അടുത്തിടെ ഏത് ദേശീയ ഉദ്യാനത്തിലാണ് തുറന്നുവിട്ടത്? അപ്പോൾ എന്താണ് ഇന്ത്യയിൽ ആദ്യമായി സാറ്റലൈറ്റ് ടാഗ് ചെയ്ത ഗംഗ സോഫ്റ്റ് ഷെൽ ആമയെ ഏത് ദേശീയ ഉദ്യാനത്തിലാണ് തുറന്നുവിട്ടത്? ഉത്തരം കാസിരംഗ ദേശീയോദ്യാനത്തിലാണ് ഗംഗ സോഫ്റ്റ് ഷെൽ ആമയെ സാറ്റലൈറ്റ് ടാഗ് ചെയ്ത് തുറന്നുവിട്ടത്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. കാസിരംഗ ദേശീയോദ്യാനം പ്രസിദ്ധമായത് വൺ ഹോൺ റൈനോ അല്ലെങ്കിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിനാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരു പുതിയ കാര്യമാണ് ഗംഗ സോഫ്റ്റ് ഷെൽ ആമ. അതായത് ആദ്യമായി സാറ്റലൈറ്റ് ടാഗ് ചെയ്ത് ഗംഗ സോഫ്റ്റ് ഷെൽ ആമയെ കാസിരംഗ ദേശീയോദ്യാനത്തിലാണ് തുറന്നുവിട്ടത്. ഈ കാസിരംഗ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ജൂനിയർ പുരുഷ ഹോക്കി ടീം പുതിയ പരിശീലകൻ? ഉത്തരം ഫ്രെഡറിക് സോയസ്. ഫ്രഞ്ചുകാരനായ ഫ്രെഡറിക് സോയസ് ആണ് ഇന്ത്യൻ ജൂനിയർ പുരുഷ ഹോക്കി ടീം പുതിയ പരിശീലകൻ. നമുക്കറിയാം, മലയാളിയായിരുന്ന PR ശ്രീജേഷ് ആയിരുന്നു ഇതിനു മുമ്പത്തെ പരിശീലകൻ. അദ്ദേഹത്തെ മാറ്റി ഇന്ത്യൻ ജൂനിയർ പുരുഷ ഹോക്കി ടീം പുതിയ പരിശീലകനെ നിയമിച്ചത് ഫ്രെഡറിക് സോയസ്. ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിക്കാനായി ശ്രമിക്കുക. കാരണം നമുക്കറിയാം, ഓരോ പരീക്ഷകൾക്കും 1 വർഷം മുതൽ 2 വർഷം വരെയുള്ള കറണ്ട് അഫയേഴ്സ് വരെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇനി വരുന്ന LDCയിലും ചോദിക്കാൻ ചാൻസ് ഉള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. എല്ലാവരും LDCക്കായി പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൃത്യമായി പഠിക്കാനും അതിനു മുമ്പ് നടക്കുന്ന പരീക്ഷകളിലായാലും ഇനി അങ്ങോട്ട് വരുന്ന LDCക്കായാലും ഇപ്പോഴേ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഉടൻ തന്നെ ഒരു നല്ലൊരു ജോലിയിലേക്ക് എല്ലാവരും എത്തുവാനായി ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.